എമ്പുരാൻ സിനിമയുടെ നന്ദി കാർഡിൽ നിന്നും തന്റെ പേര് ഒഴിവാക്കിയത് താൻ ആവശ്യപ്പെട്ടിട്ടാണെന്ന് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു പ്രതികരണം. എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് യാതൊരു സമ്മർദ്ദവും നേരിടേണ്ടി വന്നിട്ടില്ല. അതിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റിയത് നിർമ്മാതാക്കൾ അവരുടെ ഇഷ്ടത്തിന് ചെയ്തതാണ്. എന്റെ പേര് ക്രെഡിറ്റിൽ നിന്ന് നീക്കണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ചെയ്തത്. ഇതാണ് യാഥാർത്ഥ്യം. എമ്പുരാനെ കുറിച്ച് സംസാരിക്കുന്നവർ TP51 റിലീസ് ചെയ്യാൻ ധൈര്യം കാട്ടുമോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു. CPM അംഗം ജോൺ ബ്രിട്ടാസിന് മറുപടി നൽകവെയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. എമ്പുരാൻ സിനിമയെക്കുറിച്ച് അദ്ദേഹം ഇന്നലെ പറഞ്ഞു. TP ചന്ദ്രശേഖരനെ കുറിച്ചുള്ള സിനിമ റിലീസ് ചെയ്യാൻ CPMന് ധൈര്യമുണ്ടോ? ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റിലീസ് ചെയ്യുമോ? ബ്രിട്ടാസിനോ മുഖ്യമന്ത്രിക്കോ CPMനോ ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടെങ്കിൽ എമ്പുരാനെ കുറിച്ച് മിണ്ടാം. നിർമ്മാതാക്കളുടെയും സിനിമയിലെ പ്രധാന നടന്റെയും സംവിധായകന്റെയും തീരുമാനമായിരുന്നു 17 ഭാഗങ്ങൾ നീക്കാമെന്ന്. എമ്പുരാന്റെ പേരിൽ കേരളത്തിൽ എന്തൊക്കെ രാഷ്ട്രീയ വിവാദങ്ങളാണ് നടക്കുന്നത്? എന്റെ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുകയാണ്. മുനമ്പം വിഷയത്തിൽ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിട്ടുള്ളത്, ഇനിയും പൊള്ളും. 800-ന് മുകളിൽ പേരെയാണ് CPM എന്ന രാഷ്ട്രീയ പാർട്ടി കൊന്നൊടുക്കിയത്. മുനമ്പത്ത് 600-ഓളം കുടുംബങ്ങളെയാണ് ചതിയിൽപ്പെടുത്തിയത്. ഇവരുടെ പ്രമേയം അറബിക്കടലിൽ ചവിട്ടിത്താഴ്ത്തും അവിടുത്തെ ജനങ്ങളെന്നും സുരേഷ് ഗോപി പറഞ്ഞു.